ഗുരുവായൂരിലെ RSS പ്രവർത്തകൻ ആനന്ദിനെ കൊലപ്പെടുത്തിയ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. കുടുംബം നൽകിയ ഹർജിയിലാണ് കോടതി ഇടപെടൽ. 2017 നവംബറിലാണ് ആനന്ദൻ കൊല്ലപ്പെട്ടത്. SDPI ബന്ധമുള്ള CPMകാരായിരുന്നു പ്രതികൾ. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിവരങ്ങൾ. ഗുരുവായൂരിലെ സ്വയംസേവകനായ ആനന്ദിനെ കൊലപ്പെടുത്തിയ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാനായിട്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിലവിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അമ്മ നൽകിയിട്ടുള്ള ആനന്ദന്റെ അമ്മ അംബിക നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി 2019 ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാനായിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചതാണ്. പക്ഷേ അതിനെതിരെ സർക്കാർ അപ്പീലുമായിട്ട് മുന്നോട്ട് പോവുകയും അനുകൂല ഉത്തരവ് നേടിയെടുക്കുകയുമായിരുന്നു. പ്രോസിക്യൂട്ടറെ, അതായത് ഈ പ്രോസിക്യൂട്ടറുടെ നിയമനം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ CPM കാരാണ് ഈ കേസിലെ തന്നെ പ്രതികൾ, അതായത് SDPI ബന്ധമുള്ള CPM കാരാണ് പ്രതികൾ. അതുകൊണ്ട് തങ്ങൾക്ക് നീതിയുക്തമായിട്ടുള്ള വിചാരണ അത് ലഭിക്കില്ല എന്നുള്ള ഒരു വാദം മുൻനിർത്തിക്കൊണ്ടാണ് കുടുംബം ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചത്. എന്തായാലും കുടുംബത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാനായിട്ട് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുകയാണ്. 2017 നവംബറിലാണ് ആനന്ദൻ കൊല്ലപ്പെട്ടത്. നവംബർ 12-ന് ഉച്ചയ്ക്ക് പട്ടാപ്പകലായിരുന്നു ആനന്ദനെ കൊലപ്പെടുത്തിയത്. ബൈക്കിൽ സുഹൃത്തിനോടൊപ്പം വീട്ടിലേക്ക് പോകും വഴിയാണ് കാറിലെത്തിയ അക്രമി സംഘം ബൈക്ക് ഇടിച്ചു വീഴ്ത്തി ആനന്ദനെ കഴുത്തിന് വെട്ടി കൊലപ്പെടുത്തിയത്. SDPI ബന്ധമുള്ള CPM കാരായിട്ടുള്ള പ്രതികളെ തൊട്ടടുത്ത ദിവസങ്ങളിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും പ്രോസിക്യൂട്ടറുടെ നിയമനത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനമൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ നീതിയുക്തമായിട്ടുള്ള വിചാരണയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. അത് അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയും നിലവിൽ ആനന്ദൻ കൊലക്കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാനായിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.